നമസ്കാരം. ഉള്ളത് പറയാം. അയ്യപ്പ സംഗമം നടത്തി ശബരിമല വിശ്വാസികൾക്കൊപ്പമെന്ന് മേനി നടിച്ച സർക്കാരിന് തിരിച്ചടിയാവുകയാണ് സന്നിധാനത്തെ ദ്വാരപാലക ശില്പപാളികളിലെ തിരിമറി. സന്നിധാനത്ത് നിന്ന് ആർക്കു വേണമെങ്കിലും തോന്നിയ പോലെ ഉരുപ്പടികൾ കൊണ്ടുപോയി തോന്നുംപടി ചെയ്യാമെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി ഓരോ കാരണം പറഞ്ഞ് എന്തിന് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയി? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസർക്ക് പിന്നിലെ ശക്തികൾ ആരൊക്കെ? എല്ലാം അന്വേഷിക്കണം എന്ന് പറയുന്നവർ തട്ടിപ്പിന് മറുപടി പറയേണ്ടവരാണെന്നത് വിചിത്രമാണ്. അതിന്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള ഗൂഢാലോചനയുണ്ടോയെന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചാണ് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തന്നെ അതിന്റെ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടത്. ദേവസ്വം ബോർഡിലെ വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിലെ അന്വേഷണത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഠം കണ്ടെത്തിയിരിക്കുന്നത് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞു. ഏതായിരുന്നാലും അതിന്റെ പിന്നിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. ഈ പ്രസ്തുത കക്ഷിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു എന്നറിയാമായിരുന്നിട്ടും എന്തിനാണ് ഇയാൾ കള്ളം പറഞ്ഞത്? ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് ദേവസ്വം ബോർഡിൽ പഴിചാരിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇയാളുടെ കയ്യിൽ ഉണ്ടല്ലോ. ഇതറിയാമായിരുന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന രീതിയിൽ പഴിചാരി കള്ളം പറഞ്ഞത്? ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങൾ ഭക്തരെ ആകർഷിക്കുന്നവയാണ്. ശില്പങ്ങളെ ആവരണം ചെയ്തിരിക്കുന്ന സ്വർണ്ണ നിറമുള്ള പാളി ആകർഷണം കൂട്ടുന്നു. ഈ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയി. ഒരു തവണയല്ല, 2 തവണ. 2019 ഈ മാസവും 2019 ഇപ്പോഴും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് ചെന്നൈയിലേക്ക്. 2 തവണയും സ്വർണം പൂച്ചാൻ. 2 തവണ കൊണ്ടുപോയതും ഒരേ സ്പോൺസർ, പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉന്നയിച്ച ചോദ്യങ്ങളും ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളും ശബരിമലയെ ഉപയോഗിച്ച് നടത്തുന്ന തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കൊള്ള സംഘങ്ങളെ പോലെയുള്ള ആസൂത്രിത തട്ടിപ്പ്. ഒരിക്കൽ കിലോ കണക്കിന് സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പ ആവരണം വീണ്ടും സ്വർണം പൂശാൻ കൊടുത്തുവിടുക, അതും ചെമ്പുപാളികളെന്ന് ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിലൂടെ. 25-ാം തീയതി വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്തു വരുന്ന സമയത്ത് അനിയനും മറ്റേ വേറൊരാളൂടെ അവൻ അങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പോൾ ഈ ഒരു സാധനം, സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീൽഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും, വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും, അങ്ങനാണ്. പക്ഷെ ഇത് പിന്നെ അപ്പോൾ അന്ന് ആരും വന്നില്ല, ഇന്നലെയും വന്നില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവര് വന്നിട്ട് ഇങ്ങനെ, അപ്പൊ ഞാൻ അവനെ ഉടനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സാധനം ഇങ്ങനെ വേറൊരാളിന്റെ കയ്യിലാണ് ഇരുന്നത്, നമ്മൾ അറിയുന്നില്ല ഇത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നും. ഇത് 3-4 വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യമാണ്. എൻ്റെ അളിയനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പല സാധനങ്ങളും കൊണ്ടുവയ്ക്കും, പൂജാ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാറുണ്ട്, അവൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കൊണ്ടുവയ്ക്കാറുണ്ട്. കാരണം അമ്മ അവിടെ എത്തിക്കുകയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പലർക്കും കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവച്ചിട്ട് ഇന്നാരും ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും എന്ന രീതിയിൽ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ളൊരു ഐറ്റമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഇത് ഇന്നലെ വിജിലൻസിൻ്റെ ആൾക്കാർ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ദേവസ്വം വിജിലൻസാണ് വന്നത്. അവരാണ് ഇങ്ങനൊരു പാക്കറ്റ് ഇവിടെ ഉണ്ട്, അവരെങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല ഇവിടെ കൊണ്ടുവച്ചത്. നമ്മളാരും ദേവസ്വം വിജിലൻസുകാർ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവച്ച ആൾ തന്നെ ആയിരിക്കും പറഞ്ഞത് കാണാൻ, അല്ലെങ്കിൽ പിന്നെ ദേവസ്വം വിജിലൻസ് ഇവിടെ വരേണ്ട കാര്യമില്ല. അവർ വന്നു, ഇതുപോലെ ഇവിടെ ഒരു ഐറ്റം ഉണ്ട് എന്ന് വൈഫിനോട് പറഞ്ഞപ്പോഴും ഞാൻ ആ സമയത്ത് ഞാനില്ലായിരുന്നു. ഇവർ കവറൊക്കെ പൊട്ടിച്ച് നോക്കിയതിന് ശേഷമാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇവർ ഇതെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ദേവസ്വത്തിൻ്റെ വിജിലൻസിലുള്ള ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയി. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? എന്താണ് ഈ സ്പോൺസർക്ക് ഉള്ള പ്രത്യേകത? എല്ലാ ദേവസ്വം ബോർഡുകളിലുള്ള സ്പോൺസർമാരെ കുറിച്ച് കൂടി അന്വേഷിക്കണം. ഇവര് ദേവസ്വത്തിലേക്കും ശബരിമലയിലേക്കും ഒക്കെ സ്പോൺസർ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ്
കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്യുകയും അതിലൊരു ചെറിയ അംശം മാത്രം അവിടെ കൊടുക്കുകയും ബാക്കി ഇടനിലക്കാർക്കും ബന്ധപ്പെട്ട ആളുകൾക്ക് കമ്മീഷൻ കൊടുത്ത് വൻ തുക ഭക്തന്മാരുടെ കയ്യിൽ നിന്നും തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ദേവസ്വം ബോർഡും സർക്കാരും കൂട്ടുനിന്നു. അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ആളുകളാണ് അയ്യപ്പ സംഗമം നടത്തിയത്. 2019 അത് ഇളക്കിയെടുത്ത് പുറത്തു കൊണ്ടുപോയി അതിലെന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുകയോ നന്നാക്കുകയോ ഒക്കെ ചെയ്യണം എന്ന് തീരുമാനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആരാണ് ഇത് തീരുമാനമെടുത്തത്? കാരണം സ്വർണ്ണപ്പാളികളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്തണം എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ആ സജഷൻ ആരുടെ ഭാഗത്തു നിന്നുണ്ടായി? അതിൽ ദേവസ്വം ബോർഡ് ഈ കാര്യങ്ങൾ ആരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത്? ഗവൺമെന്റും ദേവസ്വം ബോർഡും പറയേണ്ടത് സ്വർണ്ണപീഠം എങ്ങനെ ശബരിമലയിൽ നിന്ന് കാണാതായി. ഒരു ഭക്തർ സമർപ്പിക്കുന്ന സ്വർണ്ണപീഠമാണെങ്കിലും ഏതെങ്കിലും വസ്തുക്കളാണെങ്കിലും അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? ദേവസ്വം ബോർഡ് തന്നെ. ഒരു ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച സ്വർണ്ണപീഠം, അതും പ്രത്യേകിച്ച് ശബരിമലയിലേക്ക് സമർപ്പിച്ച സ്വർണ്ണപീഠം അവിടെ നിന്ന് ആര് കൊണ്ടുപോയി? അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ സമർപ്പിച്ച ആൾ കൊണ്ടുപോയോ മറ്റേ ആരെങ്കിലും കൊണ്ടുപോയോ എന്നുള്ളത് അതിന് ഉത്തരവാദിത്വം ആർക്കാണ്? ദേവസ്വം ബോർഡ് തന്നെയാണ്. കണ്ടുപിടിച്ചത് ദേവസ്വം ബോർഡ് വിജിലൻസ് ആണ് എന്നതുകൊണ്ടായില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും ഇടപെടലുമെല്ലാം ദുരൂഹമാണ്. അയാൾ പല രൂപത്തിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്ന, സംസ്ഥാനത്തിന് വെളിയിൽ നിന്നും വരുന്ന ഭക്തന്മാരെ പല രൂപത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്നാണ് ചില സൂചനകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. അതെല്ലാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ അതെല്ലാം വെളിയിൽ വരും. എല്ലാം വെളിയിൽ വരണം. യഥാർത്ഥത്തിൽ അയാൾ സ്പോൺസറായി രംഗത്ത് വരുമ്പോഴും അയാളുടെ നിന്നല്ല പണം, മറിച്ച് മറ്റ് പലരിൽ നിന്ന് സമാഹരിച്ചതാണ് എന്ന സംശയം പോലീസിനുണ്ടായി. പോലീസ് അത് സംബന്ധിച്ച അന്വേഷണം സമഗ്രമായി നടത്തുകയാണ്. ദ്വാരപാലക ശില്പപാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയി കർണാടകത്തിലും തമിഴ്നാട്ടിലും വിശ്വാസികൾക്ക് മുന്നിൽ പൂജിക്കുക, പണം പിരിക്കുക. 1 മാസം കഴിഞ്ഞ് ചെന്നൈയിൽ സ്വർണം പൂശാൻ കൊണ്ടുവരുമ്പോൾ ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ പരിശോധിച്ചപ്പോൾ ചെമ്പുപാളികൾ. അപ്പോൾ നേരത്തെ പൊതിഞ്ഞ കിലോ കണക്കിന് സ്വർണം എവിടെ? ചെമ്പുപാളികളിൽ സ്വർണം പൂശി ഇവ തിരിച്ചെത്തിക്കുമ്പോൾ ആകെ ഭാരത്തിൽ 4 കിലോ കുറവ്. ചോദ്യങ്ങൾ പലതാണ്. 1998 വ്യവസായി വിജയ് മല്യ ഇതേ പാളികളും സ്വർണത്തിൽ പൊതിഞ്ഞതാണ്. അതാരും നിഷേധിക്കുന്നുമില്ല. എത്ര സ്വർണം എന്നതിൽ മാത്രമേ കണക്കില്ലാതെ ഉള്ളൂ. സ്വർണ്ണപ്പാളികൾ എന്നല്ല, ചെമ്പ് പാളികൾ എന്ന് പറഞ്ഞ് സ്വർണം പൂശാൻ 2019 ദേവസ്വം ബോർഡിന്റെ വിചിത്രമായ ഉത്തരവ്. അത് ഇവ സന്നിധാനത്ത് നിന്ന് കടത്താനല്ലേ? ശബരിമലയിലെ മൂല്യമേറിയ വസ്തുക്കൾ അറ്റകുറ്റപ്പണി ചെയ്യണമെങ്കിൽ അവിടെ വെച്ച് തന്നെ വേണം. എന്തിനാണ് കേരളത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയത്? കേരളത്തിന് പുറത്തു കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വാസികളിൽ നിന്ന് പണം പിരിച്ചത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ എന്ന് പറഞ്ഞാണ്. ചിത്രങ്ങളിലും ഇത് വ്യക്തം. പിന്നെന്തിന് അവ വീണ്ടും സ്വർണം പൂശി? വിശ്വസിക്കാവുന്ന കാര്യം ഇതുമാത്രം. 2019 സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണം പൂശിയ പാളികളല്ല തിരിച്ചെത്തിച്ചത്. അതല്ലെങ്കിൽ എന്തിന് ഈ തിരിമറികൾ നടത്തി? ഉത്തരം പറയേണ്ടവരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഉള്ളത്. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും ഉണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അവരുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണ വിഷയമാണ്. ആ അന്വേഷണം നന്നായിട്ട് നടക്കട്ടെ. ആ അന്വേഷണത്തിലൂടെ കുറ്റവാളികൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കട്ടെ. അതാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. അതാണ് ഗവൺമെന്റിന്റെ സമീപനം. അതുതന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും സമീപനം. അതൊന്നും ഇവിടെ വിഷയമല്ലല്ലോ. ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി പത്മകുമാർ എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അതാണല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് ശബരിമല വിട്ടിട്ടോ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ദോഷം ഉണ്ടാകുന്നൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണം. ശബരിമലയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് പച്ചയായ മോഷണമാണ്. ഓരോ ദിവസവും പുതിയ പുതിയ വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വിജയ് മല്യയുടെ ഈ മോഷണം നടന്നിരിക്കുന്നത് ആരുടെ അറിവോടുകൂടി ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ചില ഉദ്യോഗസ്ഥരുടെയും മുകളിൽ പഴിചാരി രക്ഷപ്പെടാനാണ് ഇവിടെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ശ്രമിക്കുന്നത്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്,
ഇത്രയും വലിയൊരു മോഷണം നടന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും എന്തിന് ദേവസ്വം മന്ത്രിയുടെയും ഒക്കെ ഒത്താശയോടുകൂടി തന്നെയാണ്. അതെ, ദേവസ്വം പ്രസിഡന്റ് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് സംഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം സ്വത്തുക്കളുടെ സംരക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ചുമതല. അതിലെ ഗുരുതരമായ പരാജയവും പാളിച്ചയുമാണ് സംഭവിച്ചിരിക്കുന്നത്. സ്വർണത്തിന് പകരം ചെമ്പാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിൽ തന്നെ അന്വേഷണം മതിയാവുന്നതല്ല എന്നത് വളരെ വ്യക്തമാണ്. മറ്റു സ്ഥലങ്ങളിൽ പോയത് എവിടെ, എത്ര പോയി, എത്രയും തിരിച്ചു വന്നിട്ടുണ്ടോ, ഇതെല്ലാം അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ മതിയാവുന്നതല്ല. ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണമാണ് ആവശ്യം. എല്ലാം അന്വേഷിക്കട്ടെ. അന്വേഷിക്കുമ്പോൾ കൃത്യമായിട്ട് വിവരം വരും. ധൃതി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് സത്യസന്ധമായിട്ട് എന്താണ് കാര്യം എന്നുള്ളത് തിരിച്ചറിയുക തന്നെ വേണം. തിരിച്ചറിയുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന് യാതൊരു തർക്കമേ ഞങ്ങളാളല്ലാന്ന് ഉറപ്പാണ്. വേറെ ആരെ വേണമെങ്കിലും സംശയിക്കാം. സ്വർണ്ണപ്പാളിയോ മറ്റേത് സ്വത്തോ, ശബരിമലയിലെയോ ഏത് ക്ഷേത്രത്തിലെയോ സ്വത്തുക്കൾ അങ്ങനെ മോശപ്പെട്ടു പോയിക്കൂടാ. കൈവശം വരാൻ പാടില്ല, കാണാതാകാൻ പാടില്ല എന്ന് നിർബന്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അതേപ്പറ്റി നടക്കുന്ന അന്വേഷണം സത്യം പുറത്തുകൊണ്ടുവരുമെന്നും ലക്ഷക്കണക്കിന് ഭക്തന്മാർ വിശ്വസിക്കുന്ന ആ ക്ഷേത്രത്തിന്റെ വിശ്വാസ്യതയുടെ മാറ്റ് വർദ്ധിപ്പിക്കാൻ ഈ അന്വേഷണം സഹായിക്കുമെന്നുമാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. വ്യക്തത മാറേണ്ടത് ആവശ്യമാണ്. അത് മാറ്റാൻ ട്രാവൻകൂർ ദേവസ്വം ബോർഡും ഗവൺമെന്റും അതിന് പങ്കുവഹിക്കുന്നുണ്ട്. ഇവിടെ അയ്യപ്പന്റെ സ്വത്ത് വിറ്റോ? ഈ ഒരു ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ടുള്ള ചോദ്യം. സ്വർണ്ണപ്പാളി നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി. 2000 മുതൽ 2019 വരെ നാണയമുറിയിൽ ഉണ്ടായിരുന്നു. ഈ പറയുന്ന സാഹചര്യങ്ങളിലുണ്ടായിരുന്നു. 19 കൊല്ലം വേണ്ടാത്ത കാര്യം 19 തീരുമാനിച്ചു. ദേവസ്വം മാനുവൽ അനുസരിച്ച് സാധാരണഗതിയിൽ പുറത്തു കൊണ്ടുപോകാതെ നടത്തേണ്ട ഇത്തരം കർമ്മങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ ഒരു കഥാപാത്രത്തെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ആരും അന്വേഷിച്ചില്ല. അദ്ദേഹത്തിന്റെ സോഴ്സ് ആരാണെന്ന് ആരും അന്വേഷിച്ചില്ല. ദേവസ്വം വിശ്വാസികളും ഏറ്റവും അമൂല്യമായി കരുതുന്ന ഒരു സ്വത്തും സമ്പത്തും ആ ക്ഷേത്രം വിട്ട് നന്നാക്കാൻ വേണ്ടി കൊണ്ടുകൊടുക്കുമ്പോൾ ഈ കൊണ്ടുകൊടുക്കുന്ന ആരാണ്? ഇന്നിപ്പോ അയാൾക്കെതിരായിട്ട് എല്ലാ പടിയും ചാരുന്നുണ്ട്. അയാളുടെ ക്രെഡിബിലിറ്റി ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ഞാൻ കണ്ടു. പക്ഷെ ഇത് കൊടുക്കുമ്പോൾ അന്വേഷിക്കേണ്ടത് ആരായിരുന്നു? ഈ ക്ഷേത്രത്തിലെ സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന മുഴുവൻ വിവാദങ്ങളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ദേവസ്വം ബോർഡിന്റെ മാനുവൽ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ദേവസ്വത്തിന്റെ നിയമം ലംഘിക്കലാണ്. ദേവസ്വം ഒരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ പണി ഏൽപ്പിച്ചതുപോലെ ചെയ്യാതെ അതുകൊണ്ട് നാട് മുഴുവൻ നടന്നു എന്ന് പറഞ്ഞാൽ നിയമലംഘനമാണ് നടത്തിയത്. നിയമലംഘനം നടത്തിയ ഒരാള് അങ്ങനെ ഒരാൾക്കെതിരായിട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ വിജിലൻസിന് സാധിക്കുമോ? ദേവസ്വം വിജിലൻസിന് അതിനുള്ള അധികാരമില്ല. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ അന്വേഷണം നടത്താൻ ബഹുമാന്യനായിട്ടുള്ള ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് കേരള പോലീസിന് അന്വേഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യം അന്വേഷിക്കാൻ CBIയെ ഏൽപ്പിക്കുമോ? സർക്കാരിന് ഒളിച്ചുവെക്കാൻ മറച്ചുപിടിക്കാൻ യാതൊന്നുമില്ലെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് ഈ കാര്യം CBIയെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ആ ദേവസ്വം മന്ത്രിയായിരുന്നു എനിക്കറിയാം. ഇതൊക്കെ ഞാൻ അവസാനിപ്പിച്ചാണല്ലോ. അപ്പൊ വലിയ കാര്യത്തെ അവരത് പറയുന്നല്ലോ. അന്ന് ഒരു സ്വർണ്ണപ്പാളി ആരും കൊണ്ടുപോയില്ല. അന്ന് രേടാകൂടെ ഉണ്ടായില്ല. 3.5 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അത് ആർക്ക് കൊടുത്തു? കടന്നപ്പള്ളിക്ക്. 3-ാം മാസം 300 പേര് വെച്ചു. അപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം. പട്ടികജാതിക്കാരനെ പട്ടികവർഗക്കാരനെ ദേവസ്വം ബോർഡിൽ വെച്ചു. പുതിയ നിയമമുണ്ട്. സ്ത്രീയെ വെച്ചു. 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീയെ നിർബന്ധമാണ്. മലബാർ ദേവസ്വം ബോർഡ് ആര് രൂപീകരിക്കുന്ന മന്ത്രി ചത്തുപോകുന്ന പ്രചാരവിലയായിരുന്നു മലബാർ. ഞാനത് രൂപീകരിച്ചു. ഒരഴിമതി അവസാനം. ഒരഴിമതി 3.5 വർഷം നടന്നില്ല. ഒന്നും നടന്നില്ല. ആരും ഒരു ആരോപണം ഉന്നയിച്ചില്ല. NSSകാർ പോലും സഹകരിച്ചു. എല്ലാവരും സഹകരിച്ചു. ഒരു ജാതി മേധാവിയെ പ്രീതിപ്പെടുത്താനും പോയിട്ടില്ല. ആരെ എതിർക്കാനും പോയിട്ടില്ല. ആവശ്യമില്ല. ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കഴിഞ്ഞ മാസവും ഇതേ സ്വർണ്ണപ്പാളികൾ അഴിച്ചുകൊണ്ടു പോകാൻ അനുവാദം നൽകി. അതും ചെന്നൈയിലേക്ക്. ഹൈക്കോടതി ഇടപെട്ടതിനാൽ തിരികെ എത്തിച്ചു. ഉത്തരം പറയേണ്ടത് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും. എല്ലാം സുതാര്യം എന്ന് പറഞ്ഞ് ഒഴിയുന്നവർ സ്വയം പരിഹാസ്യരാകുന്നു.